ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ജ്യോതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ നയനയും സുവർണയും ക്ഷേത്രത്തിലേക്ക് വരുന്നു. ആരോ വരുന്നു എന്ന് മനസ്സിലാക്കിയ ജ്യോതി അവിടെ നിന്നും പോകുന്നു. സുവർണ നയനയോട് ചോദിക്കുന്നു, നയനെ ഇത് നോക്ക്. അപ്പോൾ നയന പറഞ്ഞു, രത്നം ഇവിടെയുണ്ടല്ലോ. ആ നാഗം നമ്മളെ സഹായിക്കുകയായിരുന്നു. പക്ഷേ ആരാ ആ നാഗം? അതുപോലെ ആ ചുടലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയാണ് ഒരു നാഗത്തിന് ആ ചുടലയുടെ കയ്യിൽ നിന്നും രത്നമെടുക്കാൻ കഴിഞ്ഞത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇരുവരും സംശയത്തോടെ ഇരിക്കുന്നു. അപ്പോൾ അവിടേക്ക് ഗുരുദേവൻ വരുന്നു. നന്നായി നയനെ, കൃത്യസമയത്ത് തന്നെ രത്നം കൊണ്ടുവച്ചു. അപ്പോൾ നയന പറഞ്ഞു, അല്ല ഗുരുദേവ, ഞാനല്ല. നയന നടന്നതെല്ലാം ഗുരുദേവനോട് പറഞ്ഞു. ഗുരുദേവ, അതാരാണെന്ന് എങ്ങനെ മനസ്സിലാകും? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ നോക്കട്ടെ. അല്പം സമയം കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ നയനോട് പറഞ്ഞു, എനിക്ക് ആ നാഗം ആരാണെന്ന് വ്യക്തമായില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞു. ആ നാഗം താമസിക്കുന്നത് പൗർണമിപുരത്തിലാണ്. പൗർണമിപുരത്തിലെ ഒരാളാണ് ആ നാഗം. അപ്പോൾ സുവർണ പറഞ്ഞു, പൗർണമിപുരത്തിൽ ഞാൻ അറിയാതെ ഒരു നാഗമോ? അതാരായിരിക്കും? അപ്പോൾ സുവർണ നയനോട് പറഞ്ഞു, നയനെ, നീ ആ വീട്ടിലുള്ളത് കൊണ്ട് നിനക്ക് ആ നാഗം ആരാന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് നീ വേഗം തന്നെ ആ നാഗം ആരാന്ന് കണ്ടുപിടിക്കണം. ഇതേ സമയം ജ്യോതി ശരണ്യയെ വിളിക്കുവാനായി വനത്തിലേക്ക് പോകുന്നു. ശരണ്യെ, നിനക്കിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ജ്യോതി, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും സംശയമാവും. ബാ, നമുക്ക് വേഗം പോകാം. ഇരുവരും അവിടെ നിന്നും പോകുന്നു. അവർ പൗർണമിപുരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ യമന ജ്യോതിയോട് ചോദിച്ചു, ആ മക്കളെ, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയേക്കായിരുന്നു? ആ അമ്മേ, ഞാനും ശരണ്യയും കൂടി ഒന്ന് നടക്കാനായിട്ട് പോയതാ പുറത്ത്. ആണോ? ആ ശരി മക്കളെ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നയനയും പൗർണമിപുരത്തെത്തുന്നു. നയന സ്വയമേ പറയുന്നു, എന്നാലും ആരായിരിക്കും ആ നാഗം? ആരാണെങ്കിലും അത് കണ്ടുപിടിക്കണം. എന്തായാലും രത്നം സംരക്ഷിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ പ്രതികാരമാണ്. ഞാൻ ആരെയും വെറുതെ വിടില്ല. എല്ലാവരും ഞാൻ ഇല്ലാതാക്കിയിരിക്കും. രാത്രി ജ്യോതി പൗർണമിപുരത്തിലൂടെ നടക്കുകയായിരുന്നു. ജ്യോതി സ്വയമേ പറഞ്ഞു, ആ നയന ഒരു ഇച്ഛാധാരി നാഗമാണ്. അതുകൊണ്ടാണ് അവളുടെ ചിത്രം ഞാൻ ആ പഴയ കൊട്ടാരത്തിൽ കണ്ടത്. നാഗരത്നവും സംരക്ഷിച്ചു കഴിഞ്ഞു. ഇനി അധികം വൈകാതെ നയനയും ഇവിടുന്ന് പോകുമെന്ന് തോന്നുന്നു. ഞാൻ അവരുടെ ആഗ്രഹം നിറവേറ്റി കഴിഞ്ഞു. നാഗലോകത്തെ ഞാൻ സംരക്ഷിച്ചും കഴിഞ്ഞു. രാവിലെ ശരണ്യയുടെ ഭർത്താവ് രവി ഓഫീസിലേക്ക് പോകുന്നു. ഇതേ സമയം ജ്യോതി ശരണ്യയോട് സംസാരിക്കുകയായിരുന്നു. ശരണ്യെ, എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് നിന്റെ ശരീരത്തിൽ ആ ചുടല കയറിയത്? എന്നോടൊന്ന് വ്യക്തമായിട്ട് പറയൂ. നാളെ കാണൂ വാസുകിയിൽ. എന്തായിരിക്കും ശരണ്യക്ക് സംഭവിച്ചിരിക്കുക? എങ്ങനെയാണ് ആ ചുടല ശരണ്യയുടെ ശരീരത്തിൽ വന്നത്? ചുടലയുടെ അന്ത്യം കുറിക്കാൻ ജ്യോതി തീരുമാനമെടുക്കുന്നു. കാണൂ ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് വാസുകി നാളെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ. മറക്കാതെ കാണുക.